പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ കാണുന്നവൻ, ഇവനെല്ലാവർക്കും അറിയാം, മുരാരി തന്ത്രി എന്ന് സ്വന്തമായിട്ട് പേരുണ്ടാക്കി വിളിച്ച രാജൻ ബാബു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇവനെ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടുവന്നു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇവൻ താന്ത്രിക വിദ്യകൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കൂടാതെ ഇവൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഓട്ടോ ഓടിയതും മദ്യക്കച്ചവടം നടത്തിയ രായൻ പെട്ടെന്നൊരു ദിവസം ദേഹത്തൊരു പൂണൂലും കുറച്ച് മാലയും വാരിയിട്ട് മുരാരി തന്ത്രി എന്നുള്ള പേരും സ്വന്തമായിട്ടങ്ങുണ്ടാക്കി. പിന്നെ കൈവിരലുകളിൽ മോതിരങ്ങളും മാറി മാറി ഉപയോഗിക്കുന്ന ഐഫോണുകൾ, ആഡംബര വീടുകൾ, ആഡംബര വാഹനങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ അന്ന് ഇവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ തല വരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി, പെൺകുട്ടിയുടെ ശരീരത്ത് ബാധയുണ്ടായിരുന്നു, ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടിക്ക് മുറിവുകൾ ഉണ്ടായെന്ന്. അടച്ചിട്ട മുറിയിൽ എന്ത് ബാധ ഒഴിപ്പിക്കാനാണ് എന്നുള്ള ചോദ്യം ഇവനോട് പോലീസ് ചോദിച്ചു. അപ്പോൾ അവന് പറയാൻ വാക്കുകളൊന്നുമില്ല. അകത്ത പൂജാമുറിയിൽ കൊണ്ടുപോയി പെൺകുട്ടിയുടെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ ഇവൻ പെൺകുട്ടിയെ കൊണ്ടുപോയത് ഇവൻ്റെ ബെഡ്റൂമിലേക്കായിരുന്നു. എല്ലാം കരുതിക്കൂട്ടി പെൺകുട്ടി കരുതിയിരുന്ന തന്ത്രങ്ങളായിരുന്നു. ഏതായാലും ഇവനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇനിയും ഇതുപോലെ ഇവൻ്റെ ആക്രമണത്തിന് ഇരയായ ആരെങ്കിലുമൊക്കെ പരാതിയുമായി വരുമെന്ന പ്രതീക്ഷയും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേരെ. ഇതുപോലെയുള്ള അലവലാദികളെ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. മുരാരി തന്ത്രിയല്ല, രായൻ, അത് മതി. മുരാരി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. എന്നെ കുടിക്കുക അവർ, അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യം നടന്നേക്കുന്നത്. ആരെങ്കിലും ഒരു സ്വന്തം മകളെ ഇങ്ങനെ 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊടുക്കുമോ? പറയുന്നതിനൊരുതുണ്ട്, എന്തെങ്കിലും തെളിവല്ല ഉണ്ടാകുന്നുണ്ട്. സ്വന്തം മകളെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? മാധ്യമങ്ങളോട് തെളിവ് ഈ സ്റ്റീഫനും അവർ ടീമുമായിട്ട് കൂടാതെ നടത്തിയതിൻ്റെ എല്ലാം തെളിവ് കിട്ടിയിട്ടുണ്ട്. തെളിവ് പുറത്തുവിടാൻ തയ്യാറാണോ? അത് ഉറപ്പായിട്ട് എന്നാൽ പിന്നെ പുറത്തുവിടണം. ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഡിവൈഎസ്പി അതിൻ്റെ അന്വേഷണം സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അനധികൃതമായി സ്വത്തുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇവിടെ അനധികൃതമായി സ്വത്തുണ്ടാക്കിയ സർക്കാരിന് മുന്നിലൂടെ സ്വന്തം മകളെ വെച്ച് ആരെങ്കിലും ചെയ്യാതൊരു തിരുമേനി ബാക്കി അന്വേഷണം പറയാമല്ലോ. ലോജിക്ക് വേണ്ടേ? ഇല്ല മുരാരി മുരാരിയുടെ മോളെ വെച്ച് ഇങ്ങനെ ചെയ്യോ? എനിക്കേണ്ട കാര്യമില്ലല്ലോ.